ഹലോ ഫ്രണ്ട്സ്, വെർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെട്രിസസിലെ 15 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം. ഇനിയുള്ളത് 2x2 മെട്രിക്സസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെ. ഇനി ഒരു 3 മെട്രിക്സ് എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ അതിനകത്തെ ക്വസ്റ്റ്യൻസ് ഇതാണ്. A = തന്നിട്ടുള്ള മെട്രിക്സ് 2 -3 3 then 2 2 3 3 -2 then 2. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പുതിയ എന്താണ് പറയുക 3x3 മെട്രിക്സ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? A = IA എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മളെന്താണ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. 1 0 0 0 1 0 0 0 1 ഇൻറ്റു A. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇതിനകത്തെ പൈവോട്ട് എലമെൻറ്റിനെ ആദ്യം 1 ആക്കി മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? റോ 1 ചേഞ്ചസ് ടു റോ 1 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 1 - 3/2 + 3/2 then 2 then 2 3 3 - 2 2. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതേ ഓപ്പറേഷൻ നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സിനകത്തും ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? റോ 1 ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1/2 0 0. പിന്നെ സെക്കൻഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതുക, അതിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. തേർഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതുക, അതിനും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഇൻറ്റു A. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു എലമെൻറ്റ് 0 ആക്കി മാറ്റണം. അതുപോലെ തന്നെ ഈ ഒരു എലമെൻറ്റും 0 ആക്കി മാറ്റണം. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്താണ് ഇതുപോലെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ 1-2 ട്രാൻസ്ഫോർമേഷൻസ് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് എന്താണ് അത് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഞാനിവിടെ 2 ട്രാൻസ്ഫോർമേഷൻ ഒന്ന് ചെയ്യണം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 എന്താണ് ഇവിടെ 2 ആണ് എടുക്കുന്നത്. 2 മൈനസ് മേലെ എന്താണ് 1 ആണ് എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 2 × R1 R3 ചേഞ്ചസ് ടു R3 - 3R1. ഇത് ഒന്നിച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ എന്താണ് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ നിൽക്കരുത്, സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു പോകണം. അപ്പോൾ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതുക, അതിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. സെക്കൻഡ് റോ എന്താണ്? ഫസ്റ്റ് എലമെൻറ്റ് 0 ആയി മാറും. ദെൻ 2 മൈനസ് എത്രയാണ്? നമുക്കതവിടെ സൈഡിൽ ചെയ്ത് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം എന്താണ്, നമുക്കത് തെറ്റിപ്പോവും. കാരണം നമ്മൾ ഒരുപാട് ലാസ്റ്റ് എത്തുമ്പോഴാവും ചിലപ്പോൾ നമുക്ക് എന്താണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടാതെ ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്തെങ്കിലും ചെയ്ത് തെറ്റുണ്ട്. അപ്പോൾ എന്താണ് മാക്സിമം ഓരോ സ്റ്റെപ്പിലും ചെയ്യുന്നത് കറക്റ്റായിട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ് 2 മൈനസ് 2 × -3/2. അപ്പോൾ എന്ത് വരും? മൈനസ് മൈനസ് ക്യാൻസലാവും, 2ഉം 2ഉം ക്യാൻസലാവും. അപ്പോൾ 2 + 3. അപ്പോൾ എന്ത് വരുമ്പോൾ അവിടെ 5 എന്ന് വരും. അടുത്തത് എന്താണ്? 3 - 2 × 3/2. അപ്പോൾ എന്ത് വരും? 2ഉം 2ഉം ക്യാൻസലാവും. 3 - 3 എന്താവും? ഇവിടെ 0 എന്ന് വരും. ഇനി അടുത്തത് ഇവിടെ 0 എന്ന് വരും. ദെൻ -2 -3/2 × 3. അപ്പോൾ എന്ത് വരും? നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നില്ല നമുക്ക് ചെയ്യുന്നതൊന്നും. അപ്പോൾ നമ്മുടെ -2 ദെൻ എന്താണ് ചെയ്യേണ്ടത്? -2 മൈനസ് ആരാണ്? -3/2 ആണ്. നമുക്കതൊരു ബ്രാക്കറ്റിനകത്ത് എഴുതാം. -3/2 × 3 ആണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്ത് വരും? നമുക്ക് 5/2 എന്ന് വരും. അപ്പോൾ അതിവിടെ എഴുതി കൊടുക്കുക. അടുത്ത എത്രയാണ്? 2 മൈനസ് എത്രയാണ്? 3 × 3/2 ആണ്. = എത്രയാണ്? -5/2. ഇനി നമുക്കെന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സിൽ ഇതേ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതണം. ദെൻ സെക്കൻഡ് റോയിൽ എന്താണ്? നമുക്ക് ഇവിടെ 0 - 2 × നമുക്ക് ചെയ്യാം. 0 മൈനസ് എന്താണ്? 2 × 1/2 ആണ്. അപ്പോൾ എന്ത് വരും? -1 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. അതങ്ങനെ തന്നെ എടുത്തെഴുതുക. ഇനി അടുത്തത് എന്താണ്?
അടുത്തത് 1 മൈനസ് 0 ആണ്. അപ്പോൾ എന്താണ് 1 എന്ന് തന്നെ എടുത്തെഴുതുക. അടുത്തത് 0 മൈനസ് 0 എന്നാണ്. അപ്പോൾ അത് 0 എന്ന് തന്നെ എടുത്തെഴുതുക. അടുത്തത് 0 മൈനസ് എത്രയാണ് 0 മൈനസ് 3 ഇൻറ്റു എത്രയാണ് 1/2. അപ്പോൾ എത്ര വരും മൈനസ് 3/2 എന്ന് വരും. അടുത്തത് 0 മൈനസ് 0 എന്നാണ്. അപ്പോൾ 0 എന്ന് തന്നെ എടുത്തെഴുതുക. അടുത്തത് 1 മൈനസ് 0 എന്നാണ്. അപ്പോൾ 1 എന്ന് തന്നെ എടുത്തെഴുതുക. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് കോളം നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഫോമിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഈ 3/2നെ 0 ആക്കി മാറ്റണം. അതിന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ എന്താണ് ഇവിടെ 5 ആണ് കിടക്കുന്നത്. ഇവിടെ എന്താണ് 5/2 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ -3/2 പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് ഒരു 3/2 വരണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണം? R1 ചേഞ്ചസ് ടു R1 പ്ലസ് ഇതെന്താണ് ഇത് നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്താണ് ആഡ് ചെയ്താൽ മതി. ഒരു 3/2 ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇവിടെ 5 ആണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? 1/5 അതിനെ 1 ആക്കണം. 1/5 ഇൻറ്റു R2 ഇൻറ്റു ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് 3/2 -3/2 കിടക്കുന്നുണ്ട്. അപ്പോൾ -3/2 ആണ് മൾട്ടിപ്ലൈ ഉണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ശരിക്കും R1 ചേഞ്ചസ് ടു R1 പ്ലസ് 3/10 ഇൻറ്റു R2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് നമുക്ക് സെക്കൻഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം. അതിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. തേർഡ് റോ എടുത്തെഴുതാം. അതിനും ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഇനി 1 പ്ലസ് 0 ആണ്. അപ്പോൾ 1 അങ്ങനെ തന്നെ എഴുതാം. ഇതെന്താണ്? ഇത് 0 ആവും. അടുത്തത് 3/2 പ്ലസ് 3/10 അതെത്ര വരും? 3/2 പ്ലസ് 0 ആണ്. അപ്പോൾ അതങ്ങനെ തന്നെ എടുത്തെഴുതിയാൽ മതി. ഈസ് ഈക്വൽ ടു ഇനി ഇവിടെ എന്താണ്? ഇവിടെ 1/2 പ്ലസ് എന്താണ് -1 ഇൻറ്റു 3/10. അപ്പോൾ എത്ര വരും? 1/5 ആണ് വരുന്നത്. അടുത്തത് 0 പ്ലസ് എന്താണ് 3/10. അടുത്തത് 0 പ്ലസ് 0 ആണ്. അതങ്ങനെ തന്നെ എടുത്തെഴുതാം. ഇനി സെക്കൻഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം. അവിടെ ഒന്നും ചേഞ്ചസ് ഇല്ല. തേർഡ് റോ എടുത്തെഴുതാം. ചേഞ്ചസ് ഒന്നുമില്ല. ഇൻറ്റു എ ഇവിടെ നമ്മളൊരു എ ഇടാൻ മറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ 5നെ 1 ആക്കി മാറ്റണം. ജസ്റ്റ് എന്താണ് ഡിവൈഡ് ചെയ്താൽ മതി. R2 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പോൾ 1 0 3/2 ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം. ചേഞ്ചസ് ഒന്നുമില്ല. സെക്കൻഡ് റോ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. R2 ചേഞ്ചസ് ടു R2/5. ദെൻ തേർഡ് റോ എടുത്തെഴുതാം. അതിനും ചേഞ്ചസ് ഒന്നും വരില്ല. is equal to 1/5 3/10 0 minus 1/5 plus 1/5 0 minus 3/2 0 1 into a. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു എലമെൻറ്റ് 0 ആക്കി മാറ്റണം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി? 5/2 മൈനസ് 5/2 ചെയ്താൽ മതി. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 മൈനസ് 5/2 ഇൻറ്റു R2 ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 1 0 3/2 0 1 0 0 0. ഇനി -5/2 മൈനസ് 0 ആണ്. അതെന്താണ്? അത് -5/2 തന്നെയാണ്. ഇസ് ഈക്വൽ ടു എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം. അതിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. സെക്കൻഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം. അതിനും ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഇനി തേർഡ് റോ വരുമ്പോൾ എന്താണ്? R3 മൈനസ് 5/2 ഇൻറ്റു R2 ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. R3 എത്രയാണ്? -3/2 ആണ്. -3/2 മൈനസ് ആരാണ്? -5/2 5/2 ഇൻറ്റു ആരാണ്? -1/5. എത്ര വരും? -1 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് 0 മൈനസ് എന്താണ്? 5/2 ഇൻറ്റു 1/5 ആണ്. അപ്പോൾ -1/2 വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 0 മൈനസ് എത്രയാണ്? മൈനസ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ 5/2 ഇൻറ്റു
1/5 ആണ്. അപ്പോൾ എത്ര വരും? -1/2. ദെൻ അടുത്തത് 1 - 0 ആണ്. 1 അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇൻറ്റു എ. ഇനി ഇവിടെ എന്താണ്? -5/2. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഓപ്പറേഷൻ വേണ്ടത് എന്താണ്? ട്രാൻസ്ഫോർമേഷൻ എന്താണ്? R3 ചേഞ്ചസ് ടു R3 ഇൻറ്റു -2/5. അപ്പോൾ നമ്മുടെ R1 നമുക്ക് അങ്ങനെ തന്നെ എടുത്തെഴുതാം. 103/2. ദെൻ സെക്കൻഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം. 010. ദെൻ തേർഡ് റോ 00. എന്താണ്? 1 എന്ന് വരും. ഈസ് ഈക്വൽ ടു എന്താണ്? ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, അതിന് ചേഞ്ചസ് ഒന്നുമില്ല. ദെൻ സെക്കൻഡ് റോ എടുത്തെഴുതാം, ചേഞ്ചസ് ഒന്നുമില്ല. ദെൻ തേർഡ് റോ എന്താണ്? നമ്മളെന്താ ചെയ്തിട്ടുള്ളത്? -1 കിടക്കുന്നുണ്ടായിരുന്നു അവിടെ. -1 ഇൻറ്റു എത്രയാണ്? -1 ഇൻറ്റു -2/5. മൈനസ് ക്യാൻസലാവും. 2/5 എന്ന് വരും. 2/5. ദെൻ ഇനി എന്താണ്? -1/2 കിടക്കുന്നുണ്ട്. അപ്പോൾ മൈനസ് ക്യാൻസലാവും. ആ 2 2 ക്യാൻസലാവും. 1/5 എന്ന് വരും. ദെൻ ലാസ്റ്റ് എലമെൻറ്റ് എന്താണ്? +1 ആണ്. -2/5 എന്നാണ് വരിക. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കിനി ഇവിടെ ഇനി 0 തന്നെയാണ് വേണ്ടത്. ഇനി ഈ ഒരു എലമെൻറ്റ് 3/2. 3/2നെ ചെയ്യണം. എന്താണ്? -3/2 ചെയ്താൽ മതി. അപ്പോൾ R1 ചേഞ്ചസ് ടു R1 - 3/2 ഇൻറ്റു R3 ചെയ്താൽ മതി. അപ്പോൾ എന്താ വരിക? ഫസ്റ്റ് ഇവിടെ എന്താണ്? 1 - 3/2 ഇൻറ്റു 0 ആണ്. സോ 1. ദെൻ 0 - 0 ആണ് 0. 3/2 - 3/2 എന്താണ്? 0. അടുത്തത് സെക്കൻഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, അതിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. തേർഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, അതിനും ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഈസ് ഈക്വൽ ടു നമുക്ക് സെക്കൻഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം. തേർഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, അതിനും ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ഫസ്റ്റ് റോ എന്താണ്? -3/2 ഇൻറ്റു R3. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? 1/5 മൈനസ് എത്രയാണ്? 3/2 ഇൻറ്റു ആരാണ് ഇവിടുത്തെ എലമെൻറ്റ്? എത്രയാത്? 2/5 അല്ലേ? അപ്പോൾ എത്ര കിട്ടും നമുക്ക്? -2/5 എന്ന് കിട്ടും. ഇനി എന്താണ് വേണ്ടത്? നെക്സ്റ്റ് എലമെൻറ്റ് നോക്കുക. എത്രയാണ്? നമുക്കിനി 3/10 ആണുള്ളത്. അപ്പോൾ 3/10 -3/2 ഇൻറ്റു എത്രയാണ് അവിടെ? 1/5 ആണ്. സോ നമുക്ക് അത് 0 എന്ന് കിട്ടി. അടുത്ത എലമെൻറ്റ് എന്താണ്? 0 ആണ്. 0 മൈനസ് എത്രയാ? 3/2 ഇൻറ്റു -2/5 ആണ്. ജസ്റ്റ് ക്യാൻസൽ ചെയ്താൽ മതി നമുക്ക്. 0 എന്താണ്? 3/2 കിടക്കുന്നുണ്ട്. പിന്നെന്താണ്? 2/5 ആണുള്ളത്. മൈനസ് ക്യാൻസലാവും. ആ 2 2 ക്യാൻസലാവും. അപ്പോൾ എന്താണ് വരിക? 3/5 എന്നാണ് വരിക, തോന്നുന്നു അല്ലേ? 3/5 ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് I ഈസ് ഈക്വൽ ടു എന്താണ്? A ഇൻവേഴ്സ് ഇൻറ്റു A ആണ്. സോ A ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു -2/5 0 3/5 then -1/5 1/5 0 2/5 1/5 -2/5. ഇതാണ് നമ്മുടെ A ഇൻവേഴ്സ് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഡക്സിൻ്റെ ബാക്കിൽ ആൻസർ ഉണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുമാത്രമല്ല നിങ്ങൾക്കിപ്പോൾ എന്താണ് കുറച്ച് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്ത് നോക്കാം. നമ്മളെന്താണ് ആ മെട്രിക്സ് ഇതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്കതിൻ്റെ ഇൻവേഴ്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്? ഫസ്റ്റ് എലമെൻറ്റ് -2/5 ആണ്. കാണാണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് നോക്കാം. അടുത്ത 0 ആണ്. അടുത്ത എത്രയാണ്? 3/5 ആണ്.
ദെൻ അടുത്ത എലമെൻറ്റ് എത്രയാണ് -1/5, അടുത്ത എലമെൻറ്റ് 1/5, ദെൻ 0, ദെൻ എത്രയാണ് 2/5, ദെൻ 1/5, ദെൻ -2/5. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് എക്സാമിന് എന്താണ് ഇത്രയും ഫംഗ്ഷൻസുള്ള കാൽക്കുലേറ്റർ അലൗഡ് ആണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്താൽ മതി. നിങ്ങൾ എന്താണ് ആ മെട്രിക്സ് ഇതിനകത്ത് സേവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് a is equal to 1 3 -2 -3 0 -5 2 5 0. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ് i is equal to a into a is equal to i into a എന്നാണ്. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 3 -2 -3 0 -5 2 5 0 is equal to 1 0 0 0 1 0 0 0 1 into a. ഇനി നമുക്ക് എന്താണ് പൈവട്ട് എലമെൻറ്റ് 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 3 ആണ്, നമുക്കത് 0 ആക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, R2 ചേഞ്ചസ് ടു R2 പ്ലസ് ഇവിടെ എന്താണ് നെഗറ്റീവ് സൈനാണ് കിടക്കുന്നത്. സോ നമുക്ക് ആഡ് ചെയ്താൽ മതി. 3 × R1 ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ട്രാൻസ്ഫോർമേഷൻ കൂടി ഞാൻ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ ചെയ്യുകയാണ്. എന്താണ് 2 ആണ്, പോസിറ്റീവാണ്. അപ്പോൾ R3 - 2 R1 ചെയ്യണം. അപ്പോൾ എന്താ വരിക, ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം, അതിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 0 ആവും, തേർഡ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 0 ആവും. അടുത്തത് 0 മൈനസ് 0 പ്ലസ് 3 × R1. അപ്പോൾ എത്രയാണ് 9 എന്ന് വരും. ദെൻ -5 പ്ലസ് 3 × -2 എത്രയാണ് -6 ആണ് വരിക. അപ്പോൾ എന്ത് വരും -11 എന്ന് വരും. അടുത്തത് അപ്പോൾ നിങ്ങൾ എന്താണ് കാൽക്കുലേറ്റർ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണ് ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റില്ല, എറർ അധികം തെറ്റാണ്ട് ചെയ്ത് പോകാൻ പറ്റും. -5 പ്ലസ് എത്രയാണ് 3 × -3 അല്ല -2 ആണ്, ഈസ് ഇക്വൽ ടു -11. ഇനി അടുത്തത് എന്താണ്, അടുത്ത എലമെൻറ്റ് 5 ആണ്. 5 മൈനസ് എത്രയാണ് 2 × നമ്മുടെ R1 എലമെൻറ്റ് ആരാണ് 3 ആണ്. 2 × 3 ഈസ് ഇക്വൽ ടു -1. നെക്സ്റ്റ് എലമെൻറ്റ് എന്താണ് 0 മൈനസ് എത്രയാണ് 2 × -2 ആണ്. അപ്പോൾ എത്രയാണ് 4 എന്ന് വരും. ഈസ് ഈക്വൽ ടു അടുത്തത് നമ്മുടെ ഫസ്റ്റ് റോക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, അതങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ദെൻ സെക്കൻഡ് റോയിൽ 0 + 3 എന്ന് വരും. ദെൻ 1 + 0 ആണ്, 1 എന്ന് തന്നെ എടുത്ത് എഴുതിയാൽ മതി. 0 + 0 ആണ്, അപ്പോൾ 0 എന്ന് തന്നെ എടുത്ത് എഴുതാം. അടുത്തത് 0 - 2 ദെൻ 0 - 0 ആണ്, 0 എന്ന് തന്നെ എടുത്ത് എഴുതാം. 1 - 0 ആണ്, സോ 1 എന്ന് തന്നെ എടുത്ത് എഴുതുക ഇൻറ്റു a. ഒക്കെ വൃത്തിക്ക് എഴുതണം. ഇതിപ്പോൾ -1 എന്ന് എഴുതിയത് 7 പോലെ ആയിട്ടുണ്ട്, വീണ്ടും എഴുതിയപ്പോൾ 7 തന്നെ ആയിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു എലമെൻറ്റ്, അതായത് നമ്മുടെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 0 ആക്കി മാറ്റണം. എന്ത് ചെയ്യാം, നമുക്ക് ലാസ്റ്റ് റോയിൽ ഒരു -1 കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ R1 ചേഞ്ചസ് ടു R1 + 3R3. അപ്പോൾ എന്ത് വരും 1 അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. കാരണം എന്താണ് അവിടെ റോ 3യിലെ എലമെൻറ്റ് എന്താണ് 0 ആണ്. ദെൻ 3 - 3, അപ്പോൾ അത് 0 ആയിട്ടുണ്ട്. അടുത്തത് എന്താണ്, അടുത്ത എലമെൻറ്റ് വരുന്നത് -2 ആണ്. -2 പ്ലസ് എന്താണ് 3 × 4 എന്നാണ്. അപ്പോൾ എത്ര വരും, ഇവിടെ 10 എന്ന് വരും. അടുത്ത എന്താണ്, ഇനി നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് സെക്കൻഡ് റോ അങ്ങനെ തന്നെ എടുത്തെടുത്താം. 0 9 -11 0 -1 ദെൻ 4 ഈസ് ഈക്വൽ ടു, നമുക്ക് സെക്കൻഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, ചേഞ്ചസ് ഒന്നുമില്ല. 3 1 0. തേർഡ് റോ ചേഞ്ചസ് ഒന്നുമില്ല, അങ്ങനെ തന്നെ എടുത്തെഴുതാം. -2 0 1 × a എന്ന് എഴുതാം. ദെൻ നമുക്ക് ഫസ്റ്റ് റോയിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്, 1+, അതായത് ഇവിടുത്തെ എലമെൻറ്റ് 1 ആണ്. 1 + 3 × R3, അവിടുത്തെ എന്താണ് 1 +
-2 ഇൻറ്റു ആരാണ് 3 3 ആണ്. അപ്പോൾ എത്ര വരിക? -5 എന്ന് വരും. അടുത്ത എലമെൻറ്റ് എന്താണ്? 0 ആണ്. ഇവിടെയും 0 ആണ്, അതുകൊണ്ട് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. 0 എന്ന് തന്നെ എടുത്ത് എഴുതാം. അടുത്ത 0 പ്ലസ് എന്താണ് 3 ആണ്, അപ്പോൾ 3 എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്താ വേണ്ടത്? ഈ ഒരു എലമെൻറ്റിനെ നമുക്ക് 1 ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ R2 ചേഞ്ചസ് ടു R2. നമ്മുടെ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, അതിന് ചേഞ്ചസ് ഉണ്ടാവില്ല. സെക്കൻഡ് റോ എന്താണ്? 0 1 -11/9. ദെൻ തേർഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, അതിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. = -5 0. ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതുക. സെക്കൻഡ് റോ 1/3 1/9 0. ദെൻ തേർഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതുക, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. -2 0 1 ആണ്. ഇൻറ്റു എ. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ എലമെൻറ്റ് 1 ആയി, ഈ എലമെൻറ്റ് 0 ആയി, ഈ എലമെൻറ്റ് 1 ആയി. ദെൻ ഈ ഒരു എലമെൻറ്റ് എന്താക്കണം? 0 ആക്കണം. എന്താണ്? ആഡ് ചെയ്താൽ മതി. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 പ്ലസ് R2 ചെയ്യാം. ദാറ്റ് ഈസ് 1 0 10 0 1 -11/9 0 0 4 -11/9 എത്രയാണ്? 36 -11/9 എന്ന് വരും. = 25/9 എന്ന് വരും അല്ലേ? നമുക്ക് കാൽക്കുലേറ്റർ ഒന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എത്രയാണ് ചെയ്യേണ്ടത്? 4 -11/9 ആണ്, = 25/9. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, -5 0 3. ദെൻ സെക്കൻഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, 1/3 1/9 0. ദെൻ തേർഡ് റോ എന്താണ് ചെയ്യേണ്ടത്? ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ എന്താണ്? 1/3 -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - 6/-2 എത്ര വരും? 1/3 -2 അല്ലേ? അപ്പോൾ 1 - 6/3 = -5/3 എന്ന് വരും. എത്രയാണ്? 1. അപ്പോൾ -5/3 ആണ്. ദെൻ അടുത്ത എലമെൻറ്റ് എന്താണ്? 0 പ്ലസ് 1/9 ആണ്, അപ്പോൾ 1/9 എന്ന് വരും. ദെൻ 1 + 0 ആണ്, അപ്പോൾ 1 എന്ന് തന്നെ വരും. ഇൻറ്റു എ. ദെൻ അടുത്തത് എന്താണ്? നമുക്ക് ഈ ഒരു എലമെൻറ്റിനെ 0 ആക്കണം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? നമ്മൾ മറ്റേ 2x2 മാട്രിക്സ് ചെയ്തിട്ട് U എന്നുള്ളൊരു ഓർഡറിലാണ്. അതായത് ഇതാണ് 2x2 മാട്രിക്സ്. A11 A12 A21 A22. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? ഫസ്റ്റ് ഈ ഒരു എലമെൻറ്റ് എന്താണ് ചേഞ്ച് ചെയ്യും. ദെൻ ഈ ഒരു എലമെൻറ്റ്, ദെൻ ഈ ഒരു എലമെൻറ്റ്, ദെൻ ഈ ഒരു എലമെൻറ്റ്. അത് നമ്മൾ 3x3 മാട്രിക്സ് ചെയ്യുമ്പോൾ A11 A12 A13 A21 A22 A23 A31 A32 A33. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, U എന്നുള്ള ഫോമിൽ ചെയ്യാം. അതല്ലെങ്കിൽ താഴേക്ക് എല്ലാം ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് തരത്തിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് ആ ഒരു മെത്തേഡിലായിരുന്നു. എന്താണ്? ഞാൻ R3 ഇൻറ്റു ഒരു എത്രയാണ്? 9 ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 0 10 0 0 1 -11/9 ദെൻ 0. ഇവിടെ 0 ആണ്, ഇവിടെ എന്താണ്? 25 ആണ്. = -5 0 3 1/3 1/9 0. ഇനി ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5/3 എന്നുള്ളത് എന്താവും? -15 എന്നായി മാറും. ദെൻ അവിടെ 1/9 ഉണ്ട്, അത് 1 ആയി മാറും. ഇത് 9 ആയി മാറും. ഇൻറ്റു എ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇവിടെ നമ്മൾ ഒരു 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഇത് ഡയറക്റ്റ് 1 ആയിരുന്നു. ഞാൻ ഈ ഒരു എന്താണ് സ്റ്റെപ്പ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഈ ഒരു എലമെൻറ്റിന് ചേഞ്ച് ചെയ്തിട്ടില്ല നമ്മളതിന് പകരം ഇങ്ങോട്ട് താഴേക്ക് ചെയ്തു. ഇനി താഴേക്ക് വന്നിട്ട് എന്താണ്? നമുക്ക് മേലേക്ക് പോകും. അതിന് പകരം നമുക്ക് എന്താണ്? ഇവിടെ വരെ ചെയ്ത് നിർത്തിയിട്ട് ഇനി തേർഡ് കോളം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റ് ചെയ്യാൻ വെച്ചാൽ ട്രാൻസ്ഫോം ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്താണ്? ഇവിടെ 9/25 ചെയ്യാം. അപ്പോൾ എന്താണ്? ഈ ഒരു എലമെൻറ്റ് 1 ആയി മാറും. അതുപോലെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു? നമ്മുടെ തേർഡ് റോ വരുന്നത് എന്തായിരിക്കും? -5/3 ഇൻറ്റു എത്രയാണ്? 9/25. അപ്പോൾ എത്ര വരും? നമുക്ക് -3/5 എന്നാണ് വരുന്നത്.
ഇനി അടുത്ത എലമെൻറ്റ് എന്തായിരുന്നു 1/9 ആണ്. അപ്പോൾ 1/9 ഇൻറ്റു 9/25. അപ്പോൾ എത്ര വരും 1/25 എന്ന് വരും. ഇനി അടുത്തത് എന്താണ് 1 ആണ് കിടക്കുന്നത്. 1 ഇൻറ്റു 9/25 9/25 എന്ന് തന്നെ വരും. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ 1 കിട്ടി കഴിഞ്ഞു. ഇനി എന്താണ് ഇതിനെ 0 ആക്കി മാറ്റണം. ഇതിനെ 0 ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ കൂടെ എന്ത് ചെയ്താൽ മതി? -11/9 ആണ് കിടക്കുന്നത്. 11/9 ആഡ് ചെയ്താൽ മതി. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 പ്ലസ് എത്രയാണ് 11/9 ഇൻറ്റു ആരെ ചെയ്യാം നമുക്ക് തേർഡ് റോ R3 ചെയ്താൽ മതി. നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം 1 0 10, അതിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ദെൻ തേർഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, അതിനും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഈസ് ഈക്വൽ ടു ഇനി നമ്മുടെ സെക്കൻഡ് റോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 0 എന്താണ് 0 പ്ലസ് 0 ആണ്, അത് 0 ആണ്. ദെൻ 1 പ്ലസ് 0 ആണ്, അത് 1 ആണ്. പിന്നെ ഇതെന്താണ് -11/9 പ്ലസ് 11/9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്താണ് -5 ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, അതങ്ങനെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. തേർഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ദെൻ ഇനി സെക്കൻഡ് റോയിൽ നമുക്ക് ചെയ്യേണ്ട എന്താണ് 1/3. ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് ചെയ്യാം നമുക്ക് ഈ ഒരു ഓപ്പറേഷനൊക്കെ. ഇവിടെ ഇപ്പോൾ സ്ഥലമില്ല, നമുക്കപ്പോൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം, സ്ഥലം വേസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ എന്താണ് 1/3 പ്ലസ് 11/9 ഇൻറ്റു 9 ഇൻറ്റു ആരാണ് -3/5 ആണ്. അപ്പോൾ എത്ര വരിക? -2/5 എന്ന് വരും. ദെൻ അടുത്ത ആളെന്താണ് 1/9 പ്ലസ് 11/9 ഇൻറ്റു 25 എന്നൊക്കെയാണ് കിടക്കുന്നത്. ചെയ്ത് നോക്കാം. എന്താണ് 1/9 പിന്നെന്താണ് അടുത്തത് 1/9 തന്നെയാണ്, അല്ല 1/9 അല്ല 11/9 തന്നെയാണ് ഇൻറ്റു നമ്മുടെ തേർഡ് റോയിലെ എലമെൻ്റ് ആരാണ് 1/25 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? 4/25 എന്ന് കിട്ടിയിട്ടുണ്ട്. എന്താണ് 1/9 അതായത് R2 പ്ലസ് 11/9 ഇൻറ്റു 1/25. ഓക്കെ, അപ്പോൾ 4/25 എന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കവിടെ എഴുതി കൊടുക്കാം 4/25. ദെൻ അടുത്ത ആളാരാണ് 0 ആണ്. അപ്പോൾ 0 ആകുമ്പോൾ എന്താണ് നമുക്ക് സിമ്പിളാണ് 11/9 ഇൻറ്റു 0 പ്ലസ് 11/9 ഇൻറ്റു അവിടെ എന്താണ് 1/25 9/25 ആണ്. അപ്പോൾ എന്തെന്ന് വരും 11/25 എന്ന് വരും. ഇനി നമുക്ക് എന്താണ് ഒറ്റ ഓപ്പറേഷനും കൂടി ചെയ്യാനുള്ളൂ. നമുക്ക് ഇവിടെ ഒരു 10 എടുക്കുന്നുണ്ട്, അതിനെ 0 ആക്കി മാറ്റണം. അപ്പോൾ എന്താ ചെയ്യുക? R1 ചേഞ്ചസ് ടു R1 മൈനസ് എത്രയാണ് 10 R3. അപ്പോൾ ഫസ്റ്റ് റോയിൽ 1 മൈനസ് എത്രയാണ് 0 ആണ്. അപ്പോൾ 1 എന്ന് വരും. 0 മൈനസ് 0 ആണ്, 0 എന്ന് വരും. ഇവിടെ 0 വന്നു. സെക്കൻഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. തേർഡ് റോ എടുത്തെഴുതാം, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് റോ 2/5 4/25 11/25. ദെൻ തേർഡ് റോ -3/5 1/25. ദെൻ 9/25. സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ അങ്ങനെ എടുത്തെഴുതാം, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ദെൻ നമ്മുടെ ഫസ്റ്റ് റോ വരുന്നത് എന്താണ് -5 -10 ഇൻറ്റു -3/5 ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് -5 മൈനസ് എത്രയാണ് 10 ഇൻറ്റു -3/5 ആണ്. എത്ര വരും 1 എന്ന് തോന്നും. അടുത്തത് 0 ആണ്. 0 മൈനസ് 10/25 എത്ര വരും 2/5 എന്നാണ് അവർ വരിക. നോക്കി നോക്കാം. 0 മൈനസ് എത്രയാണ് 10 ഇൻറ്റു അപ്പോൾ 10 ഇൻറ്റു 1/25 10 ഇൻറ്റു 10/25 ചെയ്യാം. എത്ര വരിക -2/5 എന്ന് തോന്നും. അടുത്തത് 3 ആണ്. 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക 2/5. അപ്പോൾ 18/5. 3 മൈനസ് 18/5 ആണ് വരിക. അപ്പോൾ എത്ര വരും -3/5 എന്ന് വരും തോന്നുന്നുണ്ട്. നോക്കി നോക്കാം. 3 മൈനസ്
എത്രയാണ് 10 ഇൻറ്റു 9/25. അപ്പോൾ എത്ര വരും? -3/5. ഓക്കെ. അപ്പോൾ നമ്മുടെ I is equal to A inverse into A ആണ്. സോ നമ്മുടെ A inverse is equal to 1 minus 2/5 minus 3/5 then 2/5 minus 2/5 4/25 11/25 minus 3/5 1/25 then 9/25. നമുക്കതാണ് ഈ ഒരു മെട്രിക്സ് ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ആൻസർ ഉണ്ട്, അപ്പോൾ അത് നോക്കിയാൽ മതി. നമുക്കിത് കാൽക്കുലേറ്ററിൽ എങ്ങനെ ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തായാലും ഈ ഇത്രയും ഫംഗ്ഷൻസ് ഉള്ള കാൽക്കുലേറ്റർ എക്സാമിന് അലോഡ് ആണോ എന്ന് അറിയില്ല, പക്ഷേ ജസ്റ്റ് എന്താണ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യും. ഇതിനകത്ത് ജസ്റ്റ് മെട്രിക്സ് എടുക്കുക. അപ്പോൾ നമ്മളെന്താണ് ഇവിടെ മെട്രിക്സ് ഡി ആയിട്ട് നമ്മൾ അത് സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്താണ് നമുക്ക് 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ ഡയമെൻഷൻ സെലക്ട് ചെയ്യുക. ദെൻ അതിൻ്റെ വാല്യൂസ് വരുന്നത് എത്രയാണ്, നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് അടിച്ചു കൊടുക്കുക. 1 ദെൻ 3 -2 പിന്നെ എത്രയാണ് -3 ദെൻ 0 -5 ദെൻ 2 5 ദെൻ 0. അപ്പോൾ നമ്മൾ ഈ ഒരു മെട്രിക്സ് ഇതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇവിടെ ഷിഫ്റ്റ് അമർത്തുക. എന്നിട്ട് മെട്രിക്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുള്ളത് മെട്രിക്സ് ബി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്താണ് ദ ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് ആൻസർ വന്നിട്ടുണ്ട് 1 കാണിച്ചു തരാം. 1 ദെൻ -2/5 -3/5 -2/5 4/25 then 11/25 -3/5 1/25 9/25. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇത്രയും സമയം എടുത്തിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇത് ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടും തെറ്റുന്നൊക്കെയുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതുപോലെ നോക്കിയാൽ മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ അടുത്ത് തന്നിട്ടുള്ളത് എ എന്താണ്, എ ഈസ് ഈക്വൽ ടു 2 0 -1 5 1 0 0 1 3. അപ്പോൾ എ ഈസ് ഈക്വൽ ടു I ഇൻറ്റു എ, ദാറ്റ് ഈസ് 2 0 -1 5 1 0 0 1 3 is equal to 1 0 0 0 1 0 0 0 1 ഇൻറ്റു എ. എന്താണ് പൈവോട്ട് എലമെൻറ്റ് 1 ആക്കണം. അപ്പോൾ R1/2 ചെയ്യാം. അപ്പോൾ 1 ദെൻ 0 -1/2 ദെൻ അടുത്തത് സെക്കൻഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം. അതിൽ ചേഞ്ചസ് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അടുത്ത ഇതിൽ ചെയ്യാം ബാക്കി ഓപ്പറേഷൻ. ഇനി ഇവിടെ എന്താണ് 1/2 0 0 0 1 0 0 0 1 ദെൻ R2 ചേഞ്ചസ് ടു R2 -5 R1. അപ്പോൾ എന്താണ് 5 ആണ്, പോസിറ്റീവാണ്. അപ്പോൾ മൈനസ് ചെയ്താൽ മതി. ഇവിടെ 1 ആണ്, 5 × R1 ചെയ്യുക. അപ്പോൾ 1 0 0 ദെൻ 1 -0 1 ആണ്, 0 മൈനസ് ക്യാൻസലാവും 5/2. ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, ചേഞ്ചസ് ഒന്നുമില്ല. തേർഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, അതിലും ചേഞ്ചസ് ഒന്നുമില്ല. ഇസ് ഈക്വൽ ടു നമുക്ക് ഏതാണ് 1/2 ഫസ്റ്റ് റോ എടുത്തെഴുതാം, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. തേർഡ് റോ എടുത്തെഴുതാം, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. സെക്കൻഡ് റോയിൽ ഇത് എന്താണ് ഇപ്പോൾ -5/2, അതായത് 0 -5 × 1/2 -5/2 ദെൻ 1 -0 1 തന്നെ എടുത്തെഴുതാം, 0 -0 0 തന്നെ എടുത്തെഴുതാം ഇൻറ്റു എ. നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, ഇത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ ഈ ഒരു എലമെൻറ്റും കൂടി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, 1 -1 അപ്പോൾ എന്താണ് ഇവിടെ 0 ആവും. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 ചേഞ്ചസ് ടു R3 R2. ഓക്കെ 1 0 -1 0 1 5/2 ഇവിടെ 1/2 ഇവിടെ 0 -0 0 1 -1 0 3 -5/2 എത്ര വരിക 6 -5/2 1/2 എന്നാണ് വരിക. നോക്കാം നമുക്ക് എത്രയായിരുന്നു 3 മൈനസ് ആരാണ് 5/2 1/2 ഇസ് ഈക്വൽ ടു നമ്മുടെ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. സെക്കൻഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. തേർഡ് റോയിൽ 0 മൈനസ് ഇത് 0 -5/2 അപ്പോൾ എന്താണ് +5/2 0 -1 -1 1 -0 1 ഇൻറ്റു എ. ഇനി എന്ത് ചെയ്താൽ മതി,
ഈ ഒരു 1/2 നമുക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് സ്ഥലമില്ല എന്തായാലും നമുക്ക് ഇവിടെ ചെയ്യാം. R3 ചേഞ്ചസ് ടു R3 ഇൻറ്റു എത്രയാണ് 1/2ൻ്റെ റെസിപ്രോക്കൽ 2 ആണ്. അപ്പോൾ എന്താ ചെയ്യുക 2 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 മൈനസ് 1/2 ഫസ്റ്റ് റോ എടുത്ത് എഴുതാം, ചേഞ്ചസ് ഒന്നുമില്ല. സെക്കൻഡ് റോ എടുത്ത് എഴുതാം, ചേഞ്ചസ് ഒന്നുമില്ല. 0 0 1 ഇസ് ഈക്വൽ ടു ഫസ്റ്റ് റോ എടുത്ത് എഴുതാം, ചേഞ്ചസ് ഒന്നുമില്ല. സെക്കൻഡ് റോ എടുത്ത് എഴുതാം, ചേഞ്ചസ് ഒന്നുമില്ല. തേർഡ് റോയിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5/2 എന്തായി മാറും 5 ആയി മാറും. മൈനസ് 1 എന്നുള്ളത് -2 ആയി മാറും. 1 എന്നുള്ളത് 2 ആയി മാറും. ഇൻറ്റു എ. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 5/2 നമുക്ക് 0 ആക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 5/2 മൈനസ് 5/2 ചെയ്താൽ മതി. ഓപ്പറേഷൻ എന്താണ്? R2 ചേഞ്ചസ് ടു R2 മൈനസ് എത്രയാണ് അവിടെ ആരൊക്കെ എടുക്കുന്നത്? നമുക്ക് 5/2 ആണ്. അപ്പോൾ 5/2 ഇൻറ്റു R3 ചെയ്താൽ മതി. ദാറ്റ് ഈസ് എന്താണ് വരിക? ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം 1 0 -1. ദെൻ തേർഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം 0 0 1. നമ്മുടെ സെക്കൻഡ് റോയിൽ 0 1 0 എന്ന് വന്നു. ഇസ് ഈക്വൽ ടു നമ്മുടെ ഫസ്റ്റ് റോ എന്താണ് അങ്ങനെ തന്നെ എടുത്തെഴുതാം 1/2 0 0 ആണ്. ദെൻ തേർഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം 5 - 2 2. നമ്മുടെ സെക്കൻഡ് റോയിലെ ഓപ്പറേഷൻ എന്താണ്? R2. അതെന്താണ് അവിടെ കിടക്കുന്ന ആളാരാണ്? -5/2 ആണ്. സോ എന്താ ചെയ്യേണ്ടത്? R2 ആരാണ്? -5/2 ആണ്. അതിൽ നിന്ന് -5/2 ഇൻറ്റു 5 ആണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എത്രയാണ്? -5 - 25 ഡിവൈഡ് ബൈ 2 ആണ് വരുന്നത്. ഇസിക്വൽ ടു -30/2 ആണ്. ഇസിക്വൽ ടു -15 വരും. അടുത്തത് എന്താണ്? അടുത്ത ആളാരാണ്? അവിടെ 1 ആണ് കിടക്കുന്നത്. 1 -5/2 ഇൻറ്റു എത്രയാണ്? -2 ആണ്. 2 മൈനസും ക്യാൻസൽ ചെയ്തു. 2 ക്യാൻസൽ ചെയ്തു. 1 + 5 എത്രയാണ്? 6 ആണ്. then അടുത്ത ആളാരാണ്? അടുത്ത ആൾ 0 ആണ്. സോ -5/2 ഇൻറ്റു ആരാണ്? 2 ആണ്. അപ്പോൾ 2 ക്യാൻസൽ ചെയ്താൽ -5 എന്ന് കിട്ടും. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് കഴിഞ്ഞു അല്ലേ? 1 നമ്മുടെ ഈ ഒരു എലമെൻറ്റിനെ 0 ആക്കണം. ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. R1 ചേഞ്ചസ് ടു R1 + R3 ചെയ്യുക. 1 0 0 0 1 0 0 0 1 ഇസിക്വൽ ടു എന്താ വരിക? സെക്കൻഡ് റോ അങ്ങനെ തന്നെ എടുത്തെഴുതാം, അതിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. തേർഡ് റോ എടുത്തെഴുതാം, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് റോയിൽ നമ്മൾ എന്ത് ചെയ്യണം? R3 ആയിട്ട് ആഡ് ചെയ്യണം. 1/2 + 5 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരിക? 7/2 അല്ലേ വരിക? 7/2 എന്ന് വരും. അടുത്തത് എത്രയാണ്? 0 + -2. അപ്പോൾ എന്താ വരിക? -2 വരിക. അടുത്തത് എത്രയാണ്? 0 + 2 ആണ്. അപ്പോൾ എത്ര വരിക? 2 എന്ന് വരും. നമുക്ക് നമ്മുടെ ഇൻവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഈ മാട്രിക്സും എന്താണ് കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ മാട്രിക്സ് എന്താണ് ഞാൻ ഇതിനകത്ത് സേവ് ചെയ്യാൻ പോവാണ്. 2 0 -1 ദെൻ 5 1 0 0 1 3. എന്ത് ചെയ്യണം? മാട്രിക്സ് സെലക്ട് ചെയ്യുക, ഇൻവേഴ്സ് എടുക്കുക. അപ്പോൾ എന്താ വന്നത്? ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് 3 ആണ്. അപ്പോൾ തെറ്റി ഉണ്ടാവും. ദെൻ അടുത്ത എലമെൻറ്റ് -1 ആണ്. കറക്റ്റാണ്. 1 കറക്റ്റാണ്. അടുത്തത് -15 ദെൻ 6 ദെൻ 5 -5 ആണ് വന്നിട്ടുള്ളത്. കറക്റ്റാണ്. അടുത്തത് 5 -2 അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു എലമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് തെറ്റാണ്. നമുക്കപ്പോൾ ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കണം. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് 2-3 പ്രാവശ്യം ചെയ്തിട്ടും തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താണ് ഇവിടുത്തെ ട്രാൻസ്ഫോർമേഷൻ എന്താണ് നമ്മൾ ചെയ്തത്? ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിലായിരുന്നു തെറ്റിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താണ് ഇതാ ഒരു -1/2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആഡ് ചെയ്യണതിന് പകരം നമ്മളെന്താണ് R1 + R3/2 ആണ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്തത് ഡയറക്റ്റ് പ്ലസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് തെറ്റിയത്. ബാക്കി എല്ലാ എലമെൻറ്റ്സും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പിള്ളേർക്ക് പറയും ഇത് മറ്റേ ബിങ്കോ കളിക്കുന്ന പോലെ 0 വെട്ടി കളിക്കുന്നതാണ്. ഏറ്റവും എളുപ്പമാണ്, ഒന്നും പഠിക്കാനില്ല എന്ന് പറയും. പക്ഷേ ഏറ്റവും കൂടുതൽ തെറ്റാൻ ചാൻസ് ഉള്ള സാധനം ഇത് മെട്രിക്സ് ആണ്. അപ്പോൾ എന്താണ് ഇവിടെ 1/2 ഇവിടുത്തെ എലമെൻറ്റ് 1/2 + R3 5 ×
1/2 = എത്രയാണ് 6/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 3 എന്ന് കിട്ടും. അടുത്തത് അവിടുത്തെ എലമെൻറ്റ് 0 ആണ്. പ്ലസ് -2/2 അപ്പോൾ എന്താ വരിക -1 എന്ന് വരും. അടുത്തത് അടുത്ത എലമെൻറ്റ് 0 ആണ്. 0 പ്ലസ് എത്രയാണ് 2/2 അപ്പോൾ എന്ത് വരും 1 എന്ന് വരും. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് 3 -1 1 -15 6 -5 5 -2 2 × A. ദെൻ നമുക്ക് ഇങ്ങനെ എഴുതാം I = A ഇൻവേഴ്സ് × A. ഞാനിപ്പോൾ എന്താണ് ഈ മാട്രിക്സിനെ ഒറ്റ കോളത്തിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ടൊക്കെ എഴുതിയിട്ട് ചെയ്യണം. ഇനി നമ്മുടെ ഇൻവേഴ്സ് = എന്താണ് 3 -1 1 -15 6 -5 5 -2 2. ഇതാണ് നമ്മുടെ A ഇൻവേഴ്സ് എന്ന് പറയുന്ന മാട്രിക്സ് വരുന്നത്. അപ്പം നമുക്ക് ഇനി മിസ്ലേനിയസ് എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു എക്സസൈസിനകത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇതിനകത്ത്. അത് ചോദ്യം എന്താണ് പ്രൂവ് ചെയ്യാനാണ്. ചോദ്യം ഇതാണ്. അപ്പോൾ എന്താണ് എ ബിയുടെ ഇൻവേഴ്സാണെന്ന് കാണിക്കണം. ഇഫ് ആൻഡ് ഓൺലി എയും ബിയും പരസ്പരം ഇൻവേഴ്സ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ A × B = B × A. അതായത് ഇത് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ മറ്റാളുടെ ഇൻവേഴ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് A × A ഇൻവേഴ്സ് A ഇൻവേഴ്സ് × A എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് I = I ആണ്. ഇൻവേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് A × A ഇൻവേഴ്സ് A ഇൻവേഴ്സ് × A = 0 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ I = 0 എന്നാണ്. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് =0. അതായത് എയുടെ ഇൻവേഴ്സ് ആണല്ലോ ബി എന്ന് പറയുന്നത്. അപ്പോൾ A ഇൻവേഴ്സ് × A ഇൻവേഴ്സ് = 0 എന്നും അടുത്തത് A ഇൻവേഴ്സ് × A = I എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതും തെറ്റാണ്. പിന്നെ തന്നിട്ടുള്ള എന്താണ് A × A ഇൻവേഴ്സ് A ഇൻവേഴ്സ് × A = I എന്നാണ്. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D ആണ്. അപ്പോൾ പക്ഷേ ഓപ്ഷൻ A എന്തുകൊണ്ടാണ് തെറ്റാന്നുള്ളത് അറിയില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ A എന്ന് പറയുന്ന മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണ് B എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ I എന്ന് കിട്ടും. അതുപോലെ B എന്ന് പറയുന്ന മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് ആണ് A എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതും I എന്ന് കിട്ടും. അപ്പോൾ LHS = RHS എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ് രണ്ടും I ആണ് വരുന്നത്. ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ് വരുന്നത്. അപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാതെ കാരണം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബാക്കി ക്വസ്റ്റ്യൻസ് ഇനി മിസ്ലേനിയസ് എക്സസൈസും കൂടിയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് ബാക്കിയുള്ള വീഡിയോസ് എക്സസൈസൊക്കെ ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. നിങ്ങളുടെ പ്രോബ്ലംസൊക്കെ ചെയ്ത് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇതൊക്കെ അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.